ഹലോ, ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി എങ്ങനെയാണ് പ്രിപ്പയർ ആക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. കപ്പ ഞാനിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അത് വെന്ത് വന്നു കഴിയുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. ഇനി കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് അരമുറി തേങ്ങ ചിരവിയത്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഏകദേശം 1 കിലോ ബീഫാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ബീഫ് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം വലിപ്പമുള്ള 3 സവാള നീളത്തിലരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ആവശ്യത്തിനായിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ ആകുമ്പം നമ്മുടെ ഈ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഒരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഒരു ഗ്രേവിയോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് വെന്ത കപ്പയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.